ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇന്ന് കർക്കിടക വാവാണ്. വാവ് കഴിഞ്ഞതിന് ശേഷം, അതായത് പിതൃക്കളുടെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഈ വാവ് കഴിയുന്നതോടെ നമ്മൾ പിതൃക്കൾക്ക് ബലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇട്ടാലും ഇട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് ഉറപ്പായിട്ടും സമ്പന്ന യോഗം, അതായത് ഇവർ കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടെ കഷ്ടതകളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഇവർക്ക് സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവുമായൊരു ജീവിതം ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും നയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് ആ നക്ഷത്രങ്ങളിൽ പെടുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം, പിന്നീട് പൂര നക്ഷത്രം, അത്തം, ചോതി, ഉത്രാടം, പൂരടം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്ര ഗണത്തിൽ പെടുന്നത്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക വാവ് ബലി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വാവ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഐശ്വര്യവും, അതായത് പിതൃൻ്റെ ഒരു അനുഗ്രഹത്താലാണ് ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവത് കൃപയാൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇത്ര നാളും അവരനുഭവിച്ച എല്ലാ കഷ്ടതകളും അവരിൽ നിന്ന് മാറി ഒരു 6 മാസത്തിനകം ഇവരുദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇവർക്ക് കറക്റ്റ് നേർരേഖയിൽ വരുന്നതായിട്ട്, അതായത് ഇവരുദ്ദേശിച്ചോണം എല്ലാ കാര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും എന്ത് കാര്യത്തിൽ ആണെങ്കിലും ഇവർക്കൊരു ഉയർച്ചയും, അതുപോലെ തന്നെ ഇവർക്കൊരു മാനസികമായ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഭഗവാൻ തന്നെ ഒരു അനുഗ്രഹം ഇവർക്ക് വന്നു ചേർന്നതുപോലെയാണ്. അതുപോലെ ഇവർക്ക് പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ ഇവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവിടെയൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗൃഹത്തിൽ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ ഇപ്പം കുട്ടികളുടെയൊക്കെ വിവാഹം നടക്കാതിരിക്കും, പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയായി ചിങ്ങത്തോടുകൂടി തന്നെ പെട്ടെന്ന് വിവാഹമൊക്കെ നടക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിച്ച്, ഇതെല്ലാം പിതൃൻ്റെ അനുഗ്രഹത്താലാണ്. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനൊക്കെ യോഗമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കാണ് യോഗം അല്പം കൂടുതൽ. മറ്റെല്ലാ നക്ഷത്രക്കാർക്കും അനുഗ്രഹമാണെങ്കിൽ ഇവർക്ക് അല്പം കൂടുതലാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഭഗവാനെ, അതായത് പ്രത്യേകിച്ച് മഹാദേവനെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓം നമ ശിവായ മന്ത്രം ഒരിക്കലും മുടക്കരുത്. എപ്പോഴും ഭഗവാനെ അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ജപിച്ചിരിക്കുക. പിതൃൻ്റെ അനുഗ്രഹവും കൂടി ഇവർക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.